പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിൽ കൂടെ നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എഫീസ് ലേഖനത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ദറ്റ് ഹാവ് ബീൻ ഗിവൺ ഇൻ ക്രൈസ്റ്റ്. അതിൻ്റെ നട്ട്ഷെല്ല് എന്ന് പറയുന്നത്, ആകത്തുക എന്ന് പറയുന്നത്, എഫീസ് ലേഖനം 1:19 അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. കർത്താവ് നമുക്ക് പകർന്നിരിക്കുന്ന അനുഭവങ്ങൾ അളവറ്റത്. ഇമ്മഷണറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ്സ് അസ്. കർത്താവ് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും, കർത്താവ് നമുക്ക് പകർന്നു തരുന്ന അത്യന്ത ശക്തിയുടെ പകർച്ചയും അളവറ്റതാണ്. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പ്ലാനിനെ കുറിച്ച് നമുക്ക് എഫീസ് ലേഖനത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഹിതം, അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മളെ വെളിപ്പെടുത്തുന്നു. അത് ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ ദൈവിക പദ്ധതിയിലേക്ക്, നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ അത് നയിക്കുന്നു. എഫേസ്യ ലേഖനം നാം പഠിച്ചാൽ ഇൻ ക്രൈസ്റ്റ്, അവനിൽ, ക്രിസ്തുവിൽ എന്ന് പല പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. 10 വഴി കൂടെ എഫേസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വി ക്യാൻ ഡു നത്തിങ് ടു ഏൺ അവർ സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. നമുക്ക് കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവിന് പറഞ്ഞിട്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. രണ്ടാമതായിട്ട്, വി ആർ ഹിസ് ഹോളി ടെമ്പിൾ ആൻഡ് ഡ്വെല്ലിംഗ് പ്ലേസ്. ആമേൻ. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമാണ് നിങ്ങൾ, ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട്, വി ആർ ബൗണ്ട് ഇൻ യൂണിറ്റി ടു അതർ ബിലീവേഴ്സ്. മറ്റുള്ള കർത്താവിൽ വിശ്വസിക്കുന്നവരുമായിട്ടെല്ലാം നമ്മൾ കണക്റ്റ് ചെയ്ത് നിന്നിരിക്കണം. ഐക്യതയുടെ ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ, സ്നേഹബന്ധത്തിൽ കാക്കുവാൻ ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നാലാമതായിട്ട്, വി ആർ ടു വോക്ക് വർത്തി. ആമേൻ. യോഗ്യരായി നടക്കുവാൻ, യോഗ്യന്മാരെന്നുള്ള വിളിക്ക് കർത്താവ് നമ്മളെ അർഹരാക്കി തീർക്കുന്നു. അഞ്ചാമതായിട്ട്, എക്വിപ്ഡ് വിത്ത് എ പർപ്പസ്. നമ്മളെ ദൈവം ഒരു ഉദ്ദേശത്തിലേക്ക് അതിനുവേണ്ടി ഒരുക്കുന്ന, എക്വിപ്പ് ചെയ്യുന്ന ഇതായിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആറാമത്തേത്, പുട്ട് ഓഫ് ദ ഓൾഡ് സെൽഫ്. നമ്മുടെ പഴയതിനെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ വ്യക്തിയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, ക്രിസ്തുവിനെ പോലെ കർത്താവിൻ്റെ മനസ്സുള്ളവരായിരിക്കാൻ ദൈവാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. എട്ടാമതായിട്ട്, ലെറ്റ് യുവർ മാരേജ് മോഡൽ ദ ഗോസ്പൽ. നമ്മുടെ ജീവിതം, ദൈവം നമുക്ക് തരുന്ന കുടുംബം, അതിൽ കൂടെ കർത്താവിൻ്റെ നാമം അതിനൊരു മോഡലായിട്ട് തീരുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഒൻപതാമതായിട്ട്, ട്രെയിൻ യുവർ ചിൽഡ്രൻ ഇൻ റൈറ്റസ്നെസ്. എഫേസ്യ ലേഖനം 6 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നു. ആമേൻ. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 10ാമതായിട്ട്, വി ആർ ഗിവൺ ഫുൾ ആർമർ. നമുക്കൊരു ജയകരമായ ജീവിതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം നമ്മെ ധരിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് എഫേസ്യ ലേഖനം 6 നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ വിശുദ്ധരാക്കി തീർത്തു. വിശുദ്ധരാകേണ്ടതിന് നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട്, ആ വിശുദ്ധ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ. 1 എഫേസ്യ ലേഖനം 1 18 അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും
വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ കർത്താവിൻ്റെ കൃപയിലായത്, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള സംഭവമല്ല. അത് കർത്താവ് മുൻനിർണയിച്ചിരുന്നതാണ്. നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും തിരഞ്ഞെടുപ്പ് വളരെ വിലയേറിയതാണ്, ആക്സിഡൻ്റലായിട്ടുള്ള ഒന്നല്ല. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഒരു രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പിക്ചർ നമുക്ക് ദൈവവചനത്തിൽ കൂടെ തരുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു ഗ്ലോറിയസ് പ്ലാൻ ആണ്. അത് നമ്മളെ നിത്യതയിൽ നിന്ന് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ആദിയും അന്തവുമായ ദൈവം, ഹല്ലേലൂയ, നിത്യതയിൽ നിന്ന് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ആ ദൈവീയ പദ്ധതി. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആമേൻ. പുത്രനായ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെന്താണ് ഇനിയും ചെയ്യുവാനുള്ളത്? മറ്റൊന്നുമല്ല, ആ ദൈവത്തിൻ്റെ മഹത്വത്തെ, കർത്താവിൻ്റെ കൃപയെ മഹത്വപ്പെടുത്തുക, ആരാധിക്കുക. അവൻ്റെ ഗ്ലോറിയസ് ഗ്രേസിനെ, ദൈവത്തെ, അതിനനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ അധരം കൊണ്ടും നമ്മളുടെ ജീവിതം കൊണ്ടും കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അതിൻ്റെ 1:8 വാക്യത്തിൽ ധാരാളമായി കാണിച്ച കൃപാധനം എന്ന് പറയുമ്പോൾ സകല ജ്ഞാനവും വിവേകവും അവയെ നമ്മിലേക്ക് പകർന്നു തന്നു. കർത്താവ് നമ്മളോട് ധാരാളമായി കാണിച്ച കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. 1 അധ്യായം 9 വാക്യത്തിൽ, താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മളോട് അറിയിച്ചു. തൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, മിസ്റ്ററി നമ്മളോട് അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. അത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത്. ദ പർപ്പസ് ഓഫ് ഹിം who works all things according to the counsel of his will. ഹല്ലേലൂയ. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അതിൻ്റെ 23 വാക്യത്തിൽ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ക്രിസ്തു തലയായിരിക്കുമ്പോൾ നമ്മൾ ശരീരമായി നമുക്ക് ദൈവം പകർന്നിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായും കർത്താവിനെ സ്തുതിക്കാം. സ്വർഗത്തിൽ തൻ്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ സഭ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവം നമുക്ക് പകർന്ന തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തിൽ നന്ദി കരയറ്റാം. ദൈവത്തിൻ്റെ വിളിയാളുള്ള ആശ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.